നമ്മൾ 2024 നിൽക്കുമ്പോൾ 2019 അപേക്ഷിച്ച് കേരളത്തിൽ ബി.ജെ.പിക്ക് എന്ത് എക്സ് ഫാക്ടറാണ് ഉള്ളത്? 2019 എല്ലാവരും വിചാരിച്ചത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുന്നത്. ഇന്ന് കോൺഗ്രസ്സുകാർ പോലും അത് വിശ്വസിക്കുന്നില്ല. 2019 ഏറ്റവും വിലങ്ങുതടിയായത് ആ ഒരു നെറേറ്റീവായിരുന്നു. കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഇവിടെ വന്ന് മത്സരിക്കുന്നു, കോൺഗ്രസ് തിരിച്ചു വരുന്നു, മോദി ഒരു വൺ ടൈം മാജിക് ആയിരുന്നു. ജനങ്ങളെല്ലാം അങ്ങനെയാണ് വിശ്വസിച്ചത്. മീഡിയ ആണെങ്കിൽ അതിന് ഭയങ്കരമായിട്ടുള്ള ഒരു ബൂസ്റ്റിംഗ് കൊടുക്കുന്നു. അപ്പൊ അതിന്റെ ഫലമായിട്ട് ജനങ്ങളെല്ലാം വയനാട്ടിൽ നിന്നൊരു പ്രധാനമന്ത്രി ഉണ്ടാവുന്നതിന് ആരെങ്കിലും എതിർക്കും. അപ്പൊ അതൊരു ഞങ്ങളുടെ സാധ്യതകളെ നാല് സ്ഥലത്ത് ഞങ്ങൾക്ക് ജയിക്കാമായിരുന്നു. ഞങ്ങളുടെ സാധ്യതകളെ വല്ലാതെ അത് ബാധിച്ചിട്ടുണ്ട്. 2024 എല്ലാവർക്കും അറിയാം മോദി തന്നെ വീണ്ടും വരും. പ്രതിപക്ഷ മുന്നണി തകർന്നു. INDA മുന്നണിയിൽ ഇപ്പോൾ ഘടകകക്ഷികൾ ഉണ്ടോയെന്ന് സംശയം. 10-24 പാർട്ടിയുടെ പേര് പറഞ്ഞിരുന്നു. പ്രധാന കക്ഷികളൊക്കെ പരസ്പരം യോജിപ്പിനില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിന് ഒരു 30 സീറ്റ് കിട്ടുമെന്നുള്ള കാര്യം തന്നെ സംശയമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ ഒരു പാർട്ടിയെ വിശ്വസിച്ച് 10 വർഷം നമ്മൾ പാഴായി. ഇനി എന്തിന് കേരളം അത് പാഴാക്കണം? അപ്പൊ ഇത്തവണ വളരെ ജനങ്ങളുടെ വിശ്വാസയോഗ്യമായ ഒരു ലീഡർഷിപ്പ് ഉണ്ട്. ജനങ്ങൾക്ക് സർവീസ് കൊടുക്കാൻ കഴിയുന്ന ഒരു പരീക്ഷിച്ച് വിജയിച്ച ഒരു നേതൃത്വമാണ് മത്സരിക്കുന്നത്. നരേന്ദ്രമോദി അല്ലാതെ 2024 മറ്റാരും പ്രധാനമന്ത്രി ആവില്ല എന്നുള്ളത് ഒരു റിയാലിറ്റി. ആ റിയാലിറ്റി അംഗീകരിച്ചുകൊണ്ടാണ് കേരളം പോവുക. ഇനിയിപ്പോ കേരളത്തിലെ ജനങ്ങൾക്കും ഈ വികസനത്തോടൊപ്പം ഓടിയെത്താൻ അവസരം ഉണ്ടാവണം. 2019 നമുക്കറിയാം, ശബരിമല ആ വിവാദങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സമയമായിരുന്നു. ബി.ജെ.പിയെ സംബന്ധിച്ച് ഒരുപാട് പ്രതീക്ഷകളും സാധ്യതകളും ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു. പക്ഷേ അന്ന് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ ഒരു കാരണം ശബരിമലയിൽ ഉണ്ടായിരുന്ന ഒരു ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ഒരു ഫീലിംഗ് എങ്ങനെയെങ്കിലും ഈ പിണറായി വിജയനെ തോപ്പിക്കണം. രണ്ടാമത്തെ ഫാക്ടറാണ് കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഞങ്ങൾക്ക് പ്രതികൂലമായ 2 ഫാക്ടറുകൾ. ഒന്ന്, ശബരിമലയിൽ ഞങ്ങൾ എടുത്ത ത്യാഗവും സമരവും ഹിന്ദു സമൂഹത്തിൽ വലിയ തോതിൽ സർക്കാരിനെതിരെയുള്ള അതൃപ്തി ഉണ്ടാക്കാൻ കാരണമായിട്ടുണ്ട്. ഞങ്ങളുടെ പെയിൻ, ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് സഹിച്ച കേസുകൾ, അത്യാചാർജുകൾ, മർദ്ദനങ്ങൾ. പക്ഷെ അൾട്ടിമേറ്റ്ലി ജനം വോട്ട് ചെയ്യാൻ പോയപ്പോൾ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ പോലും ഈ ശബരിമലയെ തകർക്കാൻ ശ്രമിച്ച പിണറായി വിജയന് ഒരു പാഠം പഠിപ്പിക്കാൻ ഞങ്ങളെ വോട്ട് ബി.ജെ.പിക്ക് പോയാൽ അത് പിണറായി വിജയന് ഗുണകരമാവുമോ എന്ന് ചിന്തിച്ച കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. നാച്ചുറലാണ്, അവരെ വോട്ടർമാരെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും ഇത്തവണ പിണറായി വിജയനെ അടിച്ചിരുത്തണം. അപ്പൊ അങ്ങനെയുള്ള ഒരു ചെറിയ 5-10% വോട്ടുകളുടെ കുഴപ്പമാണ് തിരുവനന്തപുരത്തായാലും ആറ്റിങ്ങലായാലും പത്തനംതിട്ടയായാലും പാലക്കാടായാലും തൃശ്ശൂരായാലും ഒക്കെ അന്ന് സംഭവിച്ചത്. ഇത്തവണ അതൊന്നുമല്ല പാറ്റേൺ. അത് ഒരു തെരഞ്ഞെടുപ്പിലെ പാറ്റേൺ അല്ല അടുത്ത തെരഞ്ഞെടുപ്പിലുണ്ടാവും. ഇത്തവണത്തെ പാറ്റേൺ വളരെ വ്യക്തമാണ്. മോദിയുടെ ഗവൺമെന്റ് 2024 അധികാരത്തിൽ വരും. കോൺഗ്രസ് തകർന്ന് തരിപ്പണമായിരിക്കുന്നു. പിണറായി വിജയന്റെ പാർട്ടിക്ക് ഇതിൽ ഒരു റിലവൻസും ഇല്ല ഈ തെരഞ്ഞെടുപ്പിൽ. സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണെങ്കിൽ ഓക്കെ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന് ഒരു റിലവൻസും ഇല്ല. പിന്നെ ഇവർ രണ്ടും ഒരേ മുന്നണിയിൽ നേരിട്ട്, കഴിഞ്ഞ തവണ ഇവർ രണ്ടും നേരിട്ട് ഒരു മുന്നണിയിലല്ല. ഇപ്പൊ ഇവർ രണ്ടുപേരും ഇന്ത്യയിലെല്ലാം ഒറ്റ മുന്നണിയിലാണ്. അപ്പൊ അതുകൊണ്ട് ജനങ്ങൾ വളരെ ക്ലിയർ ആണ്. ഇത്തവണ ബി.ജെ.പി